സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതൊരു കാട്ടാളൻ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളം മൂവിയുടെ ട്രെയിലർ റിയാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇറ്റ്സ് ഡയറക്റ്റഡ് ബൈ പോൾ ജോർജ്, പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ്, സ്റ്റാറിങ് ആൻ്റണി വർഗീസ്, പെപ്പെ എന്ന് പറയുന്നത്, കബീർ, ദുഹാൻ സിംഗ്, സുനിൽ, നമ്മുടെ ജഗദീഷ് ഏട്ടൻ. അപ്പോൾ ആൻ്റണി വർഗീസ് പെപ്പെ പുള്ളി ഈ പറഞ്ഞ പോലെ തന്നെ വെരി ടാലൻറ്റഡ് പേഴ്സണാണ്, ഒരു ആക്ടറാണ്. അപ്പം പുള്ളിയുടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പുള്ളിയുടെ ഇഷ്ടപ്പെട്ട പടങ്ങളിലൊന്നാണ് അങ്കമാലി ഡയറീസ്. എല്ലാവരും പറയുന്ന പോലെ തന്നെ പിന്നെ ചാവേറിലുണ്ട് പുള്ളി, പിന്നെ അജഗജാന്തരം, പിന്നെ ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പടം, ലിജോ ജോസ് പല്ലിശ്ശേരി. നിനക്ക് ജല്ലിക്കെട്ട് പടം ഇഷ്ടപ്പെട്ടായിരുന്നോ? അപ്പം അതൊരു വേറെ കൈൻഡ് ഓഫ് ആൾക്കാർക്കുള്ള മൂവിയാട്ടോ. അതിൽ നിന്ന് എടുക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം എടുക്കാൻ പറ്റും. ആ വേറെ കൈൻഡിൽ പെടുന്ന ആളാണ് ഞാൻ കേട്ടോ. ആ വേറെ കൈൻഡിൽ പെടുന്ന ആളും കൂടിയാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന്റെ മേക്കിംഗ്, ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. തിയേറ്റർ വാച്ച് പടം തന്നെയാണ്, ഈ ടി വി കാണാനുള്ള പടമൊന്നുമല്ല ജല്ലിക്കെട്ട് എന്ന് പറയുന്നത്. ലിജോ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള പല്ലിശ്ശേരി എന്ന് പറഞ്ഞാൽ ആൾ വേറെ ലെവലിൽ ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. പുള്ളിയുടെ ആകെ ഒരേ ഒരു പടം മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാണ്ട് വന്നിട്ടുള്ളൂ. അത് എനിക്ക് ഡൈജസ്റ്റ് ആയിട്ടുമില്ല. നമ്മുടെ അത് ഞങ്ങൾക്ക് ഇനി മനസ്സിലാകാത്തതാണോന്ന് അറിയത്തില്ല. ലാലേട്ടനെ വെച്ചിട്ടെടുത്ത ഒരു മൂവി മാത്രമാണ് നമുക്ക്. ഉലകം ചുറ്റും വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ, അത് മാത്രമാണ്. ഉലകം ചുറ്റും വാലിബൻ അല്ലേ? അല്ലല്ല, മലൈക്കോട്ടെ വാലിബൻ. പക്ഷേ ബാക്കി മൂവീസ് എല്ലാം തന്നെ വേറിട്ട് നിൽക്കുന്ന, ചിന്തിപ്പിക്കുന്ന, ഒത്തിരി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു മൂവിയാണ്. ആക്ച്വലി അങ്ങനത്തെ ഒരു ഫിലിം മേക്കർ നമ്മളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു അഭിമാനമാണ് നമുക്ക്. അങ്ങനെ വേറിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി. അത് ഈ വാലിബൻ മൂവി ഇപ്പം ജപ്പാനിൽ ഇപ്പം റിലീസ് ചെയ്യാൻ പോവാണ്. പുള്ളിയുടെ പേജിൽ, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ജപ്പാനിൽ റിലീസ് ചെയ്യാൻ പോവാണ് വാലിബൻ. അവിടുത്തെ ആൾക്കാർക്ക് മിക്കവാറും ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ മേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഭയങ്കര സ്ലോ മോഷനും ഫ്രെയിംസ് ഭയങ്കര ഫ്രെയിംസ് ആയിരുന്നു അതിനകത്ത്. അത് ഇപ്പോഴും എൻ്റെ മെമ്മറിയിലുണ്ടാവും. ഭംഗി മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു നല്ല ഭംഗി ഉണ്ടെങ്കിൽ ഫിലിം സൂപ്പർ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും ഒരു കൺസെപ്റ്റ്. പക്ഷെ ആ സിനിമ കണ്ടത്തോടെ മനസ്സിലായി ഫ്രെയിംസ് മാത്രമേ ഉള്ളൂ എനിക്കിഷ്ടപ്പെട്ടത്. ബാക്കി ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഭംഗി മാത്രം കണ്ടിരിക്കാം അതിനകത്ത്, അത് മാത്രമേ ഉള്ളൂ. ലാലേട്ടനെയും കൂടെ നമുക്ക് എൻജോയ് ചെയ്യണമെന്ന് ചോദിച്ചാലും പറ്റിയില്ല. എനിക്ക് ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആ പടത്തിനെ കുറിച്ച് റിവ്യൂ ചെയ്യാനല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ കാട്ടാളൻ മൂവിയുടെ ട്രെയിലർ റിവ്യൂ ആണ്. എപ്പോഴാണ് റിലീസ് എന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു മൂവി, 3 ഹീറോസ് കൂടി ചെയ്തില്ല. മറ്റേ ആ ഫൈറ്റിന്റെ ആ മൂവി, അതിൻ്റെ പേര് മറന്നുപോയി കേട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൂവിയുടെ ട്രെയിലർ റിയാക്ട് ചെയ്യാം. സംഭവം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് നന്നായിട്ടുണ്ട്. പക്ഷെ ആനേനെയാണ് വെട്ടിയെന്ന് കണ്ടപ്പം തൊട്ട് എനിക്ക് ഒരു വിഷമം. ആനിമൽ ലവേഴ്സ് ആണ്. സിനിമയായിട്ട് തന്നെ കാണണം, അത് വേറെ കാര്യം. പക്ഷെ എന്തായാലും മേക്കിംഗ് എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ സിനിമയാണല്ലോ, ആനേനെ ശരിക്കും പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. ആനേനെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് അത്ര അത് എനിക്ക് തോന്നുന്നു പൗച്ചേഴ്സിന്റെ കുറിച്ചായിരിക്കും. അവർ ആനക്കൊമ്പ് എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും, അതായിരിക്കണം. സിനിമയാണല്ലോ, ശരിക്കും ചെയ്തതല്ല. എന്തായാലും കൊള്ളാം, നന്നായിട്ട് ട്രെയിലറൊക്കെ വന്നിട്ടുണ്ട്. ഇത് എപ്പോഴാണ് റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ട്രെയിലറിൽ കണ്ടിട്ടില്ലല്ലോ, എനിക്കറിയില്ല ട്രെയിലർ. ഓക്കെ, എനിവേസ്
ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.